മനീഷ് മഹിവാൽ നമ്മളോടൊപ്പമുണ്ട്. മനീഷ്, ഈ മടവീഴ്ച അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നു, കൂടുതൽ വെള്ളം റോഡിലേക്ക് കയറാൻ കാരണമാകുന്നു എന്നുള്ളതാണ്. നിലവിൽ AC റോഡിലെ അടക്കം ചങ്ങനാശ്ശേരിയിലെ വെള്ളക്കെട്ടിന്റെ സാഹചര്യം എന്താണ് മനീഷ്? മാധു, 4 ദിവസങ്ങളായി ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് 25 കിലോമീറ്റർ റോഡാണ്. ആ റോഡിൽ ഇതാണ് അവസ്ഥ. ഞാൻ നിൽക്കുന്നത് മങ്കൊമ്പ് സിവിൽ സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള റോഡിലാണ്. സംസ്ഥാന പാതയാണ്. ഇവിടെ ഇപ്പോഴിതാ മുട്ടറ്റം വെള്ളമുണ്ട്. ഇവിടെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത വിധം വെള്ളമുണ്ട്. വലിയ വാഹനങ്ങൾക്ക് മാത്രമേ കടന്നു പോകാൻ കഴിയൂ. പല വാഹനങ്ങൾ ഇതിനോടകം തന്നെ ഓഫായി പല സ്ഥലത്തുമുണ്ട്. അത് പിന്നീട് തള്ളി മാറ്റുന്നത് നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ടതാണ്. അങ്ങനെ 4 ദിവസമായി തുടരുന്നത് മാത്രമല്ല, ഓരോ ദിവസം കഴിയുന്തോറും ഇവിടെ ഈ ജലനിരപ്പ് ഉയർന്നു. ഇപ്പോഴത്തെ ഈ വാഹനങ്ങളുടെയൊക്കെ തന്നെ ഈ നമ്പർ പ്ലേറ്റ് ഇങ്ങനെ ഇതിലും വഴി പോകുന്ന സമയത്ത് നമ്പർ പ്ലേറ്റ് മാത്രമല്ല, വാഹനങ്ങളുടെ അകത്തെ പല പാർട്സും ഇതുപോലെ ഊരിപ്പോകുന്നുണ്ട്. അങ്ങനെ വലിയ ശക്തമായിട്ടുള്ള വെള്ളം ഓരോ മണിക്കൂറും കൂടുകയാണ്. സാധാരണ 750 കോടി രൂപ മുടക്കി പണിത റോഡ് കൂടിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാസങ്ങൾക്ക് മുൻപിടെ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഈ റോഡിൽ വെള്ളം കയറില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതിന്റെ ഒരു യാഥാർത്ഥ്യം, സാധാരണ രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ ഇടയുള്ള രീതിയിലുള്ള നിർമ്മാണം നടത്തിയിരുന്നു. പക്ഷേ തോട്ടപ്പള്ളി വഴിയുള്ള ആ മണൽ ആ രീതിയിലുള്ള ഒരു നീരൊഴുക്കുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഈ റോഡ് ഡിസൈൻ ചെയ്ത പോലെ ആ രീതിയിലേക്ക് വെള്ളം ഇവിടെ ഒഴുകി, അതിന് വിരുദ്ധമായ രീതിയിൽ ഒഴുകി എത്തിയെന്നാണ് ഇവിടെ ഇത് നിർമ്മിച്ച, ഇതിന്റെ ഡിസൈൻ ചെയ്ത അല്ലെങ്കിൽ നിർമ്മാണ കരാർ കമ്പനി ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു കാലത്തും വെള്ളം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് എങ്ങനെ ഇങ്ങനെ വെള്ളം ഉണ്ടായി എന്നുള്ള വലിയ വിവാദമായിരുന്നു. അങ്ങനെ പക്ഷേ അതിന്റെ വിശദീകരണം ഇങ്ങനെ അവർ നൽകുന്നു. ഇങ്ങനെ കിഴക്കൻ നാട്ടിൽ നിന്നെത്തുന്ന വെള്ളം, അതായത് മലയോര മേഖല, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ നിന്നെത്തുന്ന വെള്ളം അത് തോട്ടപ്പള്ളി വഴി ഒഴുകി പോകേണ്ടതാണ്. ഒഴുകി പോകാത്ത വിധം വെള്ളം വന്നാൽ പിന്നെ സാധാരണ ഏത് റോഡാണെങ്കിലും വെള്ളം കയറും. അതിപ്പോൾ വലിയ പാലങ്ങളാണെങ്കിൽ വെള്ളം കയറും. ഇപ്പോഴിതാ ദൂരെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെയുള്ള ആളുകൾ ആ വാഹനങ്ങൾ ഓഫായതും ഒപ്പം തന്നെ കടന്നു പോകാൻ കഴിയാത്തതുമായ വാഹനങ്ങൾ മങ്കൊമ്പ് പാലത്തിന്റെ മുകളിൽ തമ്പടിച്ചിരിക്കുകയാണ്, അവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ വെള്ളക്കെട്ടാണ്, അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ്. ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ പലരും വാഹനങ്ങൾ സേഫസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നേരത്തെ തന്നെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വാഹനം ഇതുവഴി കടന്നു പോകുമോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് ഒരിക്കലും മാരുതി പോലുള്ള വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങൾ കടന്നു പോവുകയില്ല. പൊക്കമുള്ള വലിയ ഭാരവാഹനങ്ങൾ മാത്രമേ ഈ റോഡിൽ കടന്നു പോകുള്ളൂ. KSRTCയിൽ ഇപ്പോൾ ഇതാ സർവീസ് നടത്തുന്നുണ്ടെങ്കിൽ കൂടുതൽ സർവീസുകൾ 1, 2, 3 സർവീസുകൾ കൂടി കൂട്ടിയിട്ടുണ്ട്. കാരണം കൂടുതൽ ആളുകൾക്ക് പോകാനുള്ള സൗകര്യത്തിലാണ്. അതിലുമേറെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴിതാ ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തേക്ക് പോകാനുള്ള പാതകളെല്ലാം വെള്ളം കയറിയിരിക്കുന്നു എന്നാണ് നമുക്ക് നിലവിൽ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് അമ്പലപ്പുഴ തിരുവല്ല പാതയിൽ ദിവസങ്ങൾ, അതായത് മഴ തുടങ്ങിയ ദിവസം തൊട്ട് അവിടെ വെള്ളം കയറി ഗതാഗതം പൂർണ്ണമായി നിലച്ചു. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ ഇതാണ് അവസ്ഥ. ആലപ്പുഴ നിന്നും തണ്ണീർമുക്കം വഴി കുമരകം വഴി കോട്ടയത്തേക്ക് പോകാന്ന് വെച്ചാൽ അവിടെയും വെള്ളമാണ്. അങ്ങനെ ഈ കോട്ടയത്തേക്ക് ആലപ്പുഴയിലേക്ക് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 സംസ്ഥാന പാതകളിലും ഈ രീതിയിൽ വെള്ളം കയറി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനജീവിതവും യാത്രക്കാരുടെ ഗതാഗതപരമായിട്ടുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങൾക്കൊക്കെ തന്നെ അത് ബാധിച്ചു എന്നത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ വെള്ളം ഒഴുകി മാറുമോ എന്നതാണ് ഇവിടെയുള്ള ആളുകൾ നോക്കുന്നത്. പക്ഷേ ഓരോ ദിവസവും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും വെള്ളം വീണ്ടും ക്രമാതീതമായി ഉയരുകയാണ്. മാധു. ഓക്കെ, മനീഷ് മഹിവാലാണ് വിവരങ്ങൾ നൽകുന്നത്. നമുക്ക് ആ റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം കാണാം. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനങ്ങൾക്കൊക്കെ കടന്നു പോകാൻ കഴിയുള്ളൂ. നേരത്തെ ഒരു മാരുതി തള്ളിക്കൊണ്ട് മാറ്റുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ദൂരെ നിന്ന് ഒരു കാറ് വരുന്നുണ്ട്. അതിന്റെ എത്രത്തോളം വെള്ളം കയറി നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാം, അല്ലേ? അപ്പോൾ അതവിടെ കുടുങ്ങാതെ മുന്നോട്ട് പോകേണ്ടുന്ന ആവശ്യകതയുണ്ട്. വലിയ തോതിൽ ആളുകളുടെ ഈ മുന്നോട്ട് പോക്കിനെ ബാധിക്കുന്ന തരത്തിൽ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ്. 4-5 ദിവസമായിട്ട് ഇതിങ്ങനെ തന്നെ തുടരുകയാണ് എന്നതാണ് കഷ്ടം.